ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കൗമാരപ്രായക്കാരിലും സ്ത്രീകളിലും ഒരു ആരോഗ്യ പ്രശ്നമാവുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന്റെ മാറുന്ന പ്രൊഫൈലിനെ പറ്റിയാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, അമിതവണ്ണമുള്ള, മാസമുറക്രമം തെറ്റിയ, രോമ വളർച്ചയുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് നമ്മുടെ മനസ്സിൽ രൂപം വരിക. ഇന്ന് മെലിഞ്ഞ രോഗികളിലും PCOS കാണുന്നുണ്ട്. ചിലർക്ക് രോമ വളർച്ചയോ മുഖത്ത് കഠിനമായ മൂക്കുരുവോ കാണണമെന്നില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഗർഭധാരണം വൈകുമ്പോഴാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശരീരഭാരം മാത്രം നോക്കി അറിയാൻ പറ്റുന്ന ഒരു രോഗമല്ല. ഇത് ഹോർമോണുകളെയും മെറ്റബോളിസത്തെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ജീവിതശൈലി, ഉറക്കക്കുറവ്, ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്നു. നമ്മുടെ സംസ്കാരം, വ്യായാമക്കുറവൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. ജനിതീയ ഘടകങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. ഇന്ന് നമ്മൾ ഈ അവസ്ഥ നേരത്തെ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. PCOS ഉണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാൻ കഴിയില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ്. ശരിയായ സമയത്ത് ചികിത്സ തേടുക, ആരോഗ്യം നിലനിർത്തുക, ശരീരഭാരം നിയന്ത്രിക്കുകയൊക്കെ സഹായകരമാണ്. PCOSനെ അവഗണിക്കരുത്. ഗർഭധാരണം മാത്രമല്ല പ്രശ്നം. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ തുടങ്ങിയ അപകട സാധ്യതകളിലേക്ക് ഇത് നയിക്കും. ആർത്തവക്രമം ശരിയല്ലേ? അമിതഭാരമുണ്ടോ? മുഖക്കുരു കൂടിയാണോ? അമിത രോമവളർച്ചയുണ്ടോ? വിവാഹശേഷം ഗർഭധാരണം വൈകുന്നുണ്ടോ എങ്കിൽ ഈ അവസ്ഥയല്ല എന്ന് ഉറപ്പുവരുത്തുക. PCOS എന്ന ഒരു ശാപമല്ല, അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയാണ്. അറിവും ചികിത്സയും ശരിയായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കരകയറുവാനാവും.